അന്തരിച്ച നടി കവിയൂർ പൊന്നമ്മയെ മറക്കാൻ മലയാളികൾക്കായിട്ടില്ല. ഒട്ടനവധി അമ്മവേഷങ്ങളുടെ മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിരുന്നു കവിയൂർ പൊന്നമ്മ. നടി കവിയൂർ പൊന്നമ്മയുടെ അനുജത്തിയാണ് രേണുക പൊന്നമ്മ. ഇരുവരുടെയും കുറിച്ച് സംവിധായകൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. വടക്കുംനാഥിൽ അഭിനയിക്കാൻ മോഹൻലാലിനൊപ്പം കവിയൂർ പൊന്നമ്മ വാരണാസിയിലേക്ക് പോയി. ആ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് ആ വാർത്ത പൊന്നമ്മയെ തേടി വരുന്നത്. സ്വന്തം അനുജത്തി കവിയൂർ രേണുക തിരുവനന്തപുരത്ത് മരിച്ചു. ഒരുപാട് ചെക്കപ്പുകൾ നടത്തിയിട്ടും എന്താണ് അസുഖമെന്ന് കണ്ടെത്താനാകാതെ പോയി. അസുഖമായിരുന്നു അവർക്ക്. ആഹാരം ഒട്ടും കഴിക്കാനാകുന്നില്ല. കൂടെയുള്ളത് ഏക മകൾ മാത്രം. മരണവിവരം അറിഞ്ഞ ഞാൻ ശാസ്താമംഗലത്തെ വീട്ടിൽ പോയപ്പോഴത്തേക്കും കവിയൂർ പൊന്നമ്മ വാരണാസിയിലാണെന്ന് അറിയുന്നത്. വാർത്തയറിഞ്ഞ ചേച്ചി അവിടെ നിന്ന് വലിയ പുകലുണ്ടാക്കി. ഫ്ലൈറ്റിൽ ഒരാൾ കൂടി കയറ്റിവിടാം എന്ന മോഹൻലാലിന്റെ നിർദ്ദേശമൊന്നും അവർ സ്വീകരിച്ചില്ല. കരച്ചിൽ മാത്രം. അവർ നാട്ടിലേക്ക് വന്നില്ല. അവിടെ നിന്ന് വടക്കുംനാഥിലേക്ക് അഭിനയിച്ചു തീർത്തു. ആരും ഒന്നും അവരോട് ചോദിച്ചില്ല. ചോദിച്ചാൽ പൊട്ടി പൊട്ടി കരയുമായിരുന്നു. ഇവിടെ വന്ന ശേഷം കവിയൂർ രേണുകയുടെ മക്കളെ പൊന്നമ്മ എടുത്തു വളർത്തി. നല്ല രീതിയിൽ പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചു എന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു. 2024 സെപ്റ്റംബർ 20-നാണ് കവിയൂർ പൊന്നമ്മ മരിച്ചത്. ക്യാൻസർ ബാധിച്ച നടി ഏറെ നാൾ ചികിത്സയിലായിരുന്നു. 79-ാം വയസ്സിലായിരുന്നു അന്ത്യം. 1945 സെപ്റ്റംബർ 10-ന് പത്തനംതിട്ട ജില്ലയിലെ കവിയൂരിലാണ് പൊന്നമ്മ ജനിക്കുന്നത്.